നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് അപർണ. എന്റെ ഓഫീസിൽ പലരും വന്ന് അവരുടെ പങ്കാളിയുടെ ക്രൂരതകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു നാർസിസിസ്റ്റ് വ്യക്തിത്വത്തിന് ഉടമയായിട്ടുള്ള പങ്കാളിയോടാണ് അവർ പോരാടുന്നതെന്ന് അവർ പലപ്പോഴും തിരിച്ചറിയാറില്ല. അപ്പൊ ഇത്തരം വ്യക്തിത്വത്തിന് ഉടമയായിട്ടുള്ള ഒരാളുടെ കൂടെ ജീവിക്കുക എന്ന് പറയുന്നത് ശരിക്കും ഒരു യുദ്ധക്കളത്തിൽ ജീവിക്കുന്നത് പോലെയാണ്. അപ്പൊ എന്നോട് പലരും പല ക്ലയൻസും പറഞ്ഞ അവരുടെ അനുഭവങ്ങൾ വെച്ച് ഞാൻ നിരീക്ഷിച്ച കുറച്ച് കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, ഇത്തരത്തിലുള്ള വ്യക്തിത്വത്തിന് ഉടമയായിട്ടുള്ള ഒരാൾ ഒരിക്കലും അവരുടെ തെറ്റ് സമ്മതിച്ചു തരില്ല എന്നുള്ളതാണ്. പല കേസുകളിലും ഇരു കക്ഷികളും തമ്മിൽ ഒരു ധാരണയിൽ എത്താറുണ്ട്, ഒരു സെറ്റിൽമെന്റ് ടോക്കിലേക്ക് എത്താറുണ്ട്. പക്ഷെ ഇത്തരം കേസുകളിൽ അവർ ഒരിക്കലും അവരുടെ തെറ്റ് സമ്മതിച്ചു തരാൻ തയ്യാറായിരിക്കില്ല. അവർ ചെയ്യുന്ന പല തെറ്റുകളും നമ്മൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ നീ കാരണമാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞ് അത് പങ്കാളിയുടെ തലയിൽ കെട്ടിവെക്കാൻ നോക്കും. ഇത്തരത്തിലുള്ള ആളുകൾ കോടതിയിൽ പോലും ഒരു ഇര അല്ലെങ്കിൽ ഒരു വിക്ടിം എന്ന രീതിയിൽ അത് വരുത്തി തീർക്കാൻ വേണ്ടി അഭിനയിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. രണ്ടാമതായിട്ടുള്ള ഒരു കാര്യം, പണത്തെ ഒരു ആയുധമാക്കുന്നു എന്നുള്ളതാണ്. ഈ പങ്കാളിയുടെ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസി അല്ലെങ്കിൽ അവരുടെ സാമ്പത്തിക സ്വാതന്ത്ര്യം ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ജോലി. പിന്നീടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ലാക്ക് ഓഫ് എംപതി എന്നുള്ളതാണ്. ഇവർക്ക് മറ്റുള്ളവരുടെ വികാരങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സങ്കടങ്ങളോ ഒന്നും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കില്ല. പങ്കാളി ഇപ്പൊ എത്ര കരഞ്ഞാലും ഇവരുടെ ഉള്ളലിയാൻ പോകുന്നില്ല. പക്ഷെ പുറം ലോകത്തിന് ഞാൻ വളരെ സ്നേഹമുള്ളവനാണ് അല്ലെങ്കിൽ സ്നേഹമുള്ളവളാണ്, ഞാൻ പങ്കാളിയെ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എന്ന രീതിയിൽ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഇവർ ശ്രമിക്കാറുണ്ട്.